നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ കോൺഗ്രസിൽ തുടങ്ങിയ പൊട്ടിത്തെറി തുടരുകയാണ്. കണ്ണൂരിലെ കെ സുധാകരന്റെ അതൃപ്തി പരിഹരിച്ചുവെന്ന ആശ്വാസത്തിനിടെയാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി MLA സീറ്റ് നിഷേധത്തിനെ ചൊല്ലി പുതിയ വിവാദം ഉടലെടുത്തിരിക്കുന്നത്. രണ്ടാം ഘട്ട ലിസ്റ്റ് ഇന്ന് പുറത്തു വരാനിരിക്കെ എൽദോസ് കുന്നപ്പള്ളിക്ക് സീറ്റ് നിഷേധിച്ചത് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഇടപെടൽ മൂലമാണെന്ന് അദ്ദേഹത്തിന്റെ അനുയായികൾ ആരോപിക്കുന്നുണ്ട്. ഗ്രൂപ്പ് വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. കുന്നപ്പള്ളിക്ക് വേണ്ടി പെരുമ്പാവൂരിൽ എൽദോസിന്റെ അനുയായികൾ പ്രതിഷേധ പ്രകടനങ്ങളും നടത്തി. സിറ്റിംഗ് MLA മാറ്റിയാൽ മണ്ഡലത്തിൽ പാർട്ടിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്നാണ് പ്രവർത്തകരുടെ വാദം. പ്രശ്നം വഷളാക്കാതിരിക്കാൻ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയുമായി സംസാരിച്ച് അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചെന്നിത്തല ആരംഭിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥി പട്ടികയിലെ അതൃപ്തികൾ പരിഹരിക്കാൻ ഹൈക്കമാൻഡും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രമുഖ നേതാക്കൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഭിന്നത UDF ക്യാമ്പുകളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളി സ്വതന്ത്രനായി മത്സരിക്കുമോ അതോ മറ്റു വഴികൾ തേടുമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പെരുമ്പാവൂരിൽ താൻ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന ആത്മവിശ്വാസത്തിലായിരുന്നു എൽദോസ് കുന്നപ്പള്ളി. തനിക്ക് പെരുമ്പാവൂരിൽ ജയിക്കാൻ പറ്റുമെന്നും 10 വർഷം കൊണ്ട് പെരുമ്പാവൂരിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുണ്ടെന്നും ഡൽഹിക്ക് പോയി ഇക്കാര്യം ധരിപ്പിച്ചിട്ടുണ്ട് എന്നുമൊക്കെയാണ് എൽദോസിന്റെ വീമ്പ് പറച്ചിൽ. താൻ 1 വർഷം മുൻപേ പ്രചാരണം ആരംഭിച്ചതാണെന്നും 15,000 ഭവനങ്ങൾ സന്ദർശിച്ച് ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചെന്നും കുന്നപ്പള്ളി പറയുകയാണ്. അതേസമയം കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കി കോന്നിയിൽ മത്സരിക്കാൻ MP അടൂർ പ്രകാശും ഒറ്റക്കാലിൽ നിൽപ്പാണ്. MPമാർ മത്സരിക്കേണ്ടതില്ലെന്ന നിലപാടെടുത്ത ശേഷം കെ സുധാകരന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയ ഹൈക്കമാൻഡ് നിലപാട് മയപ്പെടുത്തിയതായുള്ള വാർത്തകൾ വന്നതിന് പിന്നാലെയാണ് തനിക്കും മത്സരിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യം അടൂർ പ്രകാശ് ഉയർത്തിയത്. നിലപാട് ഘടിപ്പിച്ച് ഹൈക്കമാൻഡിന് സന്ദേശവും നൽകി. കെ സുധാകരന് സീറ്റെങ്കിൽ തന്നെയും മത്സരിപ്പിക്കണം, തനിക്കും സീറ്റ് വേണം, ഇക്കാര്യത്തിൽ തനിക്കും ഇളവ് നൽകണമെന്നും സുധാകരൻ സീറ്റിന് അർഹനാണെങ്കിൽ എന്തുകൊണ്ടും താനും അർഹനാണെന്നാണ് പ്രകാശ് പറയുന്നത്. നേരത്തെ MPമാർക്ക് സീറ്റിലെന്ന ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുമെന്ന് വ്യക്തമാക്കി നേരത്തെ നടത്തിയ പോസ്റ്റ് അടൂർ പ്രകാശ് മുക്കുകയും ചെയ്തു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോന്നിയിൽ പാർട്ടിക്ക് എന്തെങ്കിലും പറ്റിയാൽ തനിക്കതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നാണ് അടൂർ പ്രകാശ് ഹൈക്കമാൻഡിനെ അറിയിച്ചിരിക്കുന്നത്. KSU മുതൽ താനും കോൺഗ്രസ് പ്രവർത്തകനാണ്. മറ്റുള്ളവർക്ക് മത്സരിക്കാൻ സീറ്റ് കൊടുക്കുമ്പോൾ തനിക്കും സീറ്റിന് അർഹതയുണ്ടെന്ന കാര്യം ഹൈക്കമാൻഡ് മനസ്സിലാക്കണമെന്നാണ് അടൂർ പ്രകാശ് പറയുന്ന കാര്യം. താൻ നേരത്തെ സീറ്റ് വേണ്ടെന്ന നിലപാടിലേക്ക് എത്തിയതും അത് അംഗീകരിച്ചതും MPമാർ മാറി നിൽക്കണമെന്ന് ഹൈക്കമാൻഡ് നിലപാടെടുത്തത് കൊണ്ട് മാത്രമാണ്. അതെല്ലാവർക്കും ബാധകമാണെന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. തീർച്ചയായും കെ സുധാകരന് കണ്ണൂർ സീറ്റിൽ അർഹതയുണ്ട്. എന്നാൽ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം കണ്ണൂരിന് വേണ്ടി മാറ്റുകയാണെങ്കിൽ കോന്നിയിൽ തനിക്കും അർഹതയുണ്ടെന്ന കാര്യം ഓർമ്മിക്കണമെന്നും അടൂർ പ്രകാശിന്റെ സന്ദേശം വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇപ്പോഴത്തെ തീരുമാനം തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് ഹൈക്കമാൻഡിനുള്ളത്. കണ്ണൂരിൽ സുധാകരന് പിന്നാലെ അടൂർ പ്രകാശും അവകാശവാദം ഉന്നയിച്ചു വന്നതോടെ ഈ ആവശ്യം ഉന്നയിച്ച് കൂടുതൽ MPമാർ വരുമോ എന്നാണ് ഹൈക്കമാൻഡിന്റെ ടെൻഷൻ. കൊടിക്കുന്നിൽ സുരേഷ്, MK രാഘവൻ, ഷാഫി പറമ്പിൽ എന്നിവരെല്ലാം കേരളത്തിൽ പ്രവർത്തിക്കണമെന്ന ആഗ്രഹമുള്ളവരാണ്. ഇവരും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ആവശ്യപ്പെട്ട് രംഗത്ത് വരുമോ എന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നുമാണ് ഹൈക്കമാൻഡിന്റെ നിലവിലെ ആലോചന.